അങ്ങനെ മൂന്നാം ദിവസം രാവിലെ മണാലിയുടെ മെയിൻ അട്രാക്ഷനായ സൊളാങ് വാലിയിലോട്ട് പോവുകയാണ്. മെയിൻ മണാലിയിൽ നിന്നും 12 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ബിയാസ് നദിയോട് ചേർന്ന് കിടക്കുന്ന റോഡിലൂടെ പോകുമ്പോൾ നദിയിൽ കിടക്കുന്ന ഉരുളൻ കല്ലുകളും വശങ്ങളിൽ നിൽക്കുന്ന ദേവദാരുവും പൈൻ മരങ്ങളും സ്നോ ഏരിയയും ഒക്കെ കൂടി വരുന്നത് കാണുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെന്റും കൂടും. റോഡിന്റെ പണി ഇപ്പോഴും നടക്കുവാണ്. കഴിഞ്ഞ ജൂലൈയിൽ വന്ന പ്രളയത്തിന്റെ കേടുകളാണ് ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത്. പെടുന്നനെ വെള്ളം ഇരച്ചു കയറിയെന്നും ടൂറിസ്റ്റുകളടക്കം ഒരുപാട് പേരെ ഈ പ്രളയത്തിൽ കാണാതായി എന്നുമാണ് ഡ്രൈവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മൺസൂൺ സീസണിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഡിസംബർ ജാനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവൻ സ്നോ ആയിരിക്കും. 4x4 വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ ഈ പോകുന്ന സൊളാങ് വാലി അടക്കം മിക്ക അട്രാക്ഷൻസും ആക്ടിവിറ്റീസും ക്ലോസ്ഡ് ആയിരിക്കും ഡ്യൂ ടു ഹെവി സ്നോ. സൊളാങ് വാലിയിലോട്ട് കയറി ചെല്ലണമെങ്കിൽ പ്രത്യേക വേഷവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഹെവി ജാക്കറ്റ്സും ബൂട്ട്സും ഗ്ലൗസും ഒക്കെ ധരിക്കണം. പോകുന്ന വഴിക്ക് ഇതുപോലെ ധാരാളം ഷോപ്പുകളുണ്ട്. പെർ പേഴ്സൺ 250 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് റെന്റിന് എടുക്കാം. ഗ്ലൗസിനും സോക്സിനും ഒക്കെ 100 രൂപ വീതം വേറെ കൊടുക്കണം കേട്ടോ. അത് നമ്മൾ മേടിക്കുന്നതാണ്. ഇവിടെ തന്നെ അഡ്വഞ്ചർ പാക്കേജ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ നമ്മളെ സമീപിക്കും. ബഡ്ജറ്റ് ട്രിപ്പാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് മെയിൻ ലൊക്കേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പപ്പേനെ ഈ വേഷം കെട്ടിച്ചത് തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഏത് സമയത്താണോ ഇവന്റെ കൂടെ വന്നത് എന്നുള്ള മുഖഭാവത്തിൽ നിൽക്കുവാണ്. ഇനിയൊരു 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. അതിന്റെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം. സ്റ്റേ ട്യൂൺഡ്.